കൂട്ടുകാരെ, ഋതുസ് ഗ്രോ വേൾഡിന്റെ വേറിട്ട കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുരുവിന്യകാവ് ക്ഷേത്രത്തിലാണ്. ബലിതർപ്പണത്തിന് പേര് കേട്ട ഒരു അമ്പലം കൂടിയാണ് ഇത്. നമുക്ക് അമ്പലത്തിന്റെ ചുറ്റുപാടൊന്ന് നോക്കാം. ഇതാണ് ക്ഷേത്ര സന്നിധി. കൂട്ടുകാരെ, നമ്മൾ അമ്പലക്കുളത്ത് നിന്ന് കാലെഴുതുകയാണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ മൂടാടി ഗ്രാമപഞ്ചായത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കടലിനോട് ചേർന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദർശനത്തിനു ശേഷം നമ്മൾ അവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. എല്ലാ മാസവും കാർത്തിക നാളിൽ അവിടെ അന്നദാനവും ഉണ്ടാവാറുണ്ട്. അതിനുശേഷം നമ്മൾ പടികയറി അവിടമൊക്കെ ചുറ്റി നടന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത താഴെ കടലും മുകളിൽ അമ്പലക്കുളവും സ്ഥിതി ചെയ്യുന്നതാണ്. സമീപ പ്രദേശങ്ങളിലെ കിണർ വെള്ളത്തിന് ഉപ്പ് രസമില്ലാത്തതും അത്ഭുതം തന്നെയാണ്. ആ കാണുന്നത് നന്ദി ലൈറ്റ് ഹൗസ് ആണ്. നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അത് കാണാം. കർക്കിടക മാസത്തിൽ ബലിതർപ്പണത്തിനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടേക്ക് വന്നു ചേരുന്നത്. നമ്മളെ കണ്ട് പേടിച്ച് പാറയിടുക്കുകളിലേക്ക് ഓടിപ്പോവുകയാണ് ഞണ്ടുകുട്ടന്മാർ. ഈ പാറകളിലൊക്കെ കല്ലുമക്കായി ഉണ്ടാവാറുണ്ട്. ഞങ്ങളൊക്കെ വന്നിട്ട് ഈ കല്ലുമക്കായി പറിക്കാറുമുണ്ട്. നവരാത്രി ആഘോഷത്തിന് ഒരുങ്ങുകയാണ് ക്ഷേത്രം ഇപ്പോൾ. വളരെ പീസ്ഫുള്ളായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടം. പ്രകൃതി ഭംഗിയും അമ്മയുടെ ചൈതന്യവും ഒത്തിണങ്ങിയ ഇവിടം ഒരു സ്വർഗം തന്നെയാണ്. അമ്പലത്തിന് മാറ്റുകൂട്ടുന്നത് പോലെ സമീപത്തു തന്നെ ശ്രീ രവിശങ്കർ സ്വാമിയുടെ ആശ്രമവും സ്ഥിതി ചെയ്യുന്നു. പണ്ടുകാലത്ത് 2 ദമ്പതികൾ മീൻ പിടിച്ച് ക്ഷേത്രത്തിനു മുന്നിൽ വെച്ചു തന്നെ പാകം ചെയ്തു തിന്നുവെന്നും ജലദുർഗയായ അമ്മ അവരെ ശപിച്ച് പാറയാക്കിയെന്നുമാണ് ഈ പാറയുടെ ഐതിഹ്യം.
അടുത്ത വിശേഷവുമായി മുന്നോട്ടുള്ള യാത്രയിൽ നമുക്കൊരുമിച്ച് നടക്കാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.